യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ് ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ചോദ്യം 1. ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയത് എന്നാണ്? ഓപ്ഷൻസ്: എ. ജെറുസലേം പ്രവേശനത്തിന് മുൻപ്, ബി. ഒരു സാബത്തിൽ, സി. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം, ഡി. ഊമനായ പിശാചിനെ ബഹിഷ്കരിച്ചതിന് ശേഷം. ഉത്തരം: ഒരു സാബത്തിൽ. ചോദ്യം 2. മഹോദര രോഗിയെ എപ്പോൾ എവിടെ വെച്ചാണ് സുഖപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ. ഒരു സാബത്തിൽ കഫർനാമിലെ ഒരു സിനഗോഗിൽ വെച്ച്, ബി. ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച്, സി. കടുകുമണിയുടെ ഉപമ പറഞ്ഞതിനു ശേഷം ഗലീലിയിലെ ഒരു സിനഗോഗിൽ വെച്ച്, ഡി. മലയിലെ രൂപാന്തരീകരണത്തിന് ശേഷം സമതലത്തിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി. ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച്. ചോദ്യം 3. സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് ആരോട് എപ്പോൾ എവിടെ വെച്ചാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: എ. ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ബി. ഒരു സാബത്തിൽ നിയമജ്ഞരിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും യഹൂദ പ്രമാണികളോടും ചോദിച്ചു. സി. ഒരു സാബത്തിൽ തന്നെ വിരുന്നിനെ ക്ഷണിച്ച ശെമയോന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ഡി. ഒരു സാബത്തിൽ തന്നെ വിരുന്നിനെ ക്ഷണിച്ച കുഷ്ഠരോഗിയായ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ഉത്തരം ഓപ്ഷൻ എ. ഒരു സാബത്തിൽ ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ വെച്ച് യേശു നിയമജ്ഞരോടും ഫരിസേയരോടും ചോദിച്ചു. ചോദ്യം 4. യേശു മഹോദര രോഗിയെ എങ്ങനെയാണ് സുഖമാക്കിയത്? ഓപ്ഷൻസ്: എ. നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച്, ബി. അവനെ അടുത്ത് വിളിച്ച്, സി. അവനെ അടുത്ത് വിളിച്ച് അവനെ സ്പർശിച്ചുകൊണ്ട്, ഡി. അവനെ തൊട്ട്. ഉത്തരം ഓപ്ഷൻ ബി. അവനെ അടുത്ത് വിളിച്ച്. അടുത്ത ചോദ്യം: സാബത്തിൽ തന്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ, ബി. ഊമയായ പിശാച് ബാധിച്ചവനെ സുഖപ്പെടുത്തിയപ്പോൾ, സി. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ, ഡി. പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി. മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ. അടുത്ത ചോദ്യം: ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: എ. നിന്നേക്കാൾ പ്രബലനായ ഒരുവനെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ബി. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. സി. ഒരുപക്ഷെ നിന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ഡി. ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ട മറ്റൊരുവൻ വന്ന് നിന്നോട് അവിടെ നിന്നും മാറിയിരിക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ഉത്തരം ഓപ്ഷൻ ബി. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. ചോദ്യം 7. നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ. നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുമ്പോൾ. ബി. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. സി. ആതിഥേയൻ നിന്നോട് പ്രമുഖ സ്ഥാനത്തിരിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ. ഉത്തരം ബി. ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ. ചോദ്യം 8. തന്നെ ക്ഷണിച്ചവനോട് ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുതെന്നാണ് ഈശോ പറഞ്ഞത്? ഓപ്ഷൻസ്: എ. നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ, ബി. നിന്റെ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ, സി. നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ അയൽക്കാരെയോ, ഡി. നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. ഉത്തരം ഓപ്ഷൻ ഡി. നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ. ചോദ്യം 9. എന്തുകൊണ്ടാണ് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്ന് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: എ. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. ബി. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും നിന്റെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യും. സി. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. ഡി. രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവിൽ നിന്നും പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി. ഉത്തരം ഓപ്ഷൻ എ. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും.
ചോദ്യം 10. നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെയാണ് ക്ഷണിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ. ബി. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ. സി. ദരിദ്രർ, മുടന്തർ, കുരുടർ എന്നിവരെ. ഡി. ദരിദ്രർ, വികലാംഗർ, കുരുടർ എന്നിവരെ. ഉത്തരം ഓപ്ഷൻ ബി. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ. അടുത്ത ചോദ്യം: പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല എന്ന് ഈശോ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ. സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ കുറിച്ച്. ബി. ദരിദ്രരെയും വികലാംഗരെയും മുടന്തരെയും കുറിച്ച്. സി. വിധവകളെയും ദരിദ്രരെയും കുറിച്ച്. ഉത്തരം ഓപ്ഷൻ എ. സദ്യ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന ദരിദ്രർ, വികലാംഗർ, മുടന്തർ എന്നിവരെ കുറിച്ച്. അടുത്ത ചോദ്യം: നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ നിനക്ക് എന്താണ് ലഭിക്കുന്നത്? ഓപ്ഷൻസ്: എ. സ്വർഗരാജ്യം. ബി. നിത്യജീവൻ. സി. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം. ഡി. ദൈവരാജ്യത്തിന് അവകാശം. ഉത്തരം ഓപ്ഷൻ സി. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം. ചോദ്യം 13. ഈശോ വിരുന്നിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ. ഗലീലയിൽ വെച്ച്. ബി. ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്. സി. കുഷ്ഠരോഗിയായ ശമയോന്റെ വീട്ടിൽ വെച്ച്. ഡി. ലാസറിന്റെ വീട്ടിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ ബി. ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്. അടുത്ത ചോദ്യം: ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. ബി. വിരുന്നിന് ക്ഷണിച്ച ഫരിസേയ പ്രമാണി. സി. അവനെ ശ്രവിച്ച ജനങ്ങൾ. ഡി. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവർ. ഉത്തരം ഓപ്ഷൻ എ. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ. ചോദ്യം 15. സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ പറഞ്ഞ ഒഴിവുകഴിവ് എന്താണ്? ഓപ്ഷൻസ്: എ. ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു. ബി. എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. സി. ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഡി. എനിക്ക് ദൂരദേശത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. ഉത്തരം ഓപ്ഷൻ സി. ഞാൻ ഒരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. അടുത്ത ചോദ്യം: സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ മറ്റൊരുവൻ പറഞ്ഞ ഒഴികഴിവ് എന്താണ്? ഓപ്ഷൻസ്: എ. ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. ബി. എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. സി. ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. ഡി. എനിക്ക് ദൂരദേശത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം. ഉത്തരം ഓപ്ഷൻ സി. എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. അടുത്ത ചോദ്യം: സദ്യയ്ക്ക് സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ടവരിൽ മൂന്നാമൻ പറഞ്ഞ ഒഴിവ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ. ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്ത ചോദ്യം: യജമാനൻ ദാസനോട് എവിടെ ചെന്ന് നീ എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. ബി. നാട്ടിൻപുറങ്ങളിലെ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. സി. നഗരങ്ങളുടെ ഇടവഴികളിൽ ചെന്ന്. ഉത്തരം ഓപ്ഷൻ എ. പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന്. അടുത്ത ചോദ്യം: ആർക്കൊക്കെയാണ് യേശുവിൻ്റെ ശിഷ്യരായിരിക്കുവാൻ സാധിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്ത് വരുന്നവർക്ക്. ബി. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക്. സി. സ്വജീവനെ തന്നെയും വെറുക്കാത്തവർക്ക്. ഉത്തരം ഓപ്ഷൻ ബി. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ യേശുവിൻ്റെ അടുത്ത് വരുന്നവർക്ക്. ചോദ്യം 20. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. അവൻ്റെ അടുത്ത് വന്ന വലിയ ജനക്കൂട്ടങ്ങളോട്. ബി. ശിഷ്യന്മാരോട്. സി. തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തോട്. ഡി. യേശുവിൻ്റെ അനുഗമിക്കുവാൻ അനുവാദം ചോദിച്ചവനോട്. ഉത്തരം ഓപ്ഷൻ എ.
അവൻ്റെ അടുത്ത് വന്ന വലിയ ജനക്കൂട്ടങ്ങളോട്. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവന് എന്ത് സംഭവിക്കും? ഓപ്ഷൻസ് എ, പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരും. ബി, അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. സി, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് ആക്ഷേപിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ ബി, അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. ചോദ്യം 22. മണ്ണിനോ വളത്തിനോ ഉപകരിക്കാത്തത് എന്താണ്? ഓപ്ഷൻസ് എ, ഉപ്പ്. ബി, ആളുകൾ പുറത്തെറിഞ്ഞു കളയുന്ന ഉപ്പ്. സി, ഉറകെട്ടുപോയ ഉപ്പ്. ഉത്തരം ഓപ്ഷൻ സി, ഉറകെട്ടുപോയ ഉപ്പ്. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഈശോ ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ, ജനക്കൂട്ടത്തോട്. ബി, ശിഷ്യന്മാരോട്. സി, തനിക്ക് ചുറ്റും തിങ്ങിക്കൂടിയവരോട്. ഡി, വലിയ ജനക്കൂട്ടങ്ങളോട്. ഉത്തരം ഓപ്ഷൻ ഡി, വലിയ ജനക്കൂട്ടങ്ങളോട്. ചോദ്യം 24. അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുന്നതിനു മുമ്പ് ഈശോ പ്രവർത്തിച്ച അത്ഭുതം എന്താണ്? ഓപ്ഷൻസ് എ, പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തി. ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തി. സി, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തി. ഡി, കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി. ഉത്തരം ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തി. ലൂക്ക 14:33 പ്രകാരം യേശുവിൻ്റെ ശിഷ്യനാവുക സാധ്യമല്ലാത്തത് ആർക്കാണ്? ഓപ്ഷൻസ് എ, സ്വന്തം കുരിശുമെടുത്ത് അനുദിനം തന്നെ അനുഗമിക്കാത്തവന്. ബി, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തവന്. സി, സ്വജീവനെ തന്നെ വെറുത്തുപേക്ഷിക്കാത്തവന്. ഉത്തരം ഓപ്ഷൻ ബി, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാത്തവന്. യേശുക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ഈ മോക്ക് ടെസ്റ്റിൽ 25 ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.